CPM കാരനാണെങ്കിൽ എന്ത് അധാർമിക പ്രവൃത്തിയും ചെയ്യാം എന്ന തരത്തിലൊരു കാഴ്ചപ്പാട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പോയിൻ്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ജനങ്ങൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പരീക്ഷ എഴുതുമ്പോൾ പിൻവാതിൽ നിയമനങ്ങളിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ അധാർമിക പ്രവർത്തനങ്ങളുടെ ഒരു ലൈസൻസായി CPM ലൈസൻസ് നൽകുന്ന ഒരു സ്ഥാപനമായി CPM ഭരണം മാറി. അത് പിണറായി വിജയനുള്ള വ്യക്തി മാത്രമുള്ളല്ലോ വിഷയം. ആ ഒരു ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ പാർട്ടിയും ഈ ഭരണവും എന്ത് അധാർമ്മിക പ്രവർത്തനങ്ങളുടെ ഒരു ലൈസൻസായി ഇവർ മാറിയെങ്കിൽ മാത്രമേ കേരളത്തിന് ഇനി മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു പൊതുചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് CPM പ്രവർത്തകർക്കിടെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പല CPM പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് പാർട്ടിയെ ഇവർ നശിപ്പിച്ചു, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രതിപക്ഷത്തിരുന്നെങ്കിൽ മാത്രമേ ഇനി ഞങ്ങളുടെ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന നിരവധി പേരെ എനിക്കറിയാം. അതാണ്. അപ്പം നാളെ ഇപ്പോൾ പെൻഷൻ ഇപ്പം 300 രൂപ 400 രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സോപ്സ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇനിയുള്ള 5-6 മാസം കൊണ്ട് ചെയ്യാവുന്ന എന്ത് കാര്യങ്ങൾ കൊണ്ടോ ഈ ഒരു ജനറൽ ഫീലിങ്ങിനെ അതിജീവിക്കാൻ, പൊളിറ്റിക്കൽ മൊറാലിറ്റിയെ നഷ്ടപ്പെടുത്തിയ ഈ ഒരു ഫീലിങ്ങിനെ വീണ്ടെടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. 10 വർഷം കൊണ്ട് ദീർഘകാലാവധി കൊണ്ട് ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാം ചെയ്യാമായിരുന്നു. അതിലൊക്കെ ഒത്തിരി പരാജയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല.